Okay, fifth module, classification of circuit breakers. There are several ways of classifying the circuit breakers. However, the most general way of classification is on the basis of medium used for arc extinction. Circuit breaker classification ആണ് നോക്കുന്നത്. Circuit breaker classification, several ways of classification ഉണ്ട് circuit breaker-ന്. ഇവിടെ ആർക്ക് എക്സ്റ്റൻഷന് യൂസ് ചെയ്യുന്ന മീഡിയത്തിന്റെ ബേസിസിലാണ് നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിനെ ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ദ മീഡിയം യൂസ്ഡ് ഫോർ ആർക്ക് എക്സ്റ്റൻഷൻ ഈസ് യൂഷ്വലി ഓയിൽ, എയർ, സൾഫർ ഹെക്സാഫ്ലൂറൈഡ് ഓർ SF6 ഓർ വാക്വം. അപ്പം നമ്മൾ ആർക്ക് എക്സ്റ്റൻഷന് യൂസ് ചെയ്യുന്ന മീഡിയം ആണ് കൊടുത്തേക്കുന്നത് ഓയിൽ, എയർ, സൾഫർ ഹെക്സാഫ്ലൂറൈഡ് ഓർ വാക്വം. Accordingly, circuit breaker may be classified into oil circuit breaker, air blast circuit breaker, SF6 circuit breaker, then vacuum circuit breaker. Oil circuit breaker which employs some insulating oil, example transformer oil for arc extinction. Oil circuit breaker നമുക്ക് ആർക്ക് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്ക് സപ്രസ് അല്ലെങ്കിൽ ആർക്ക് കൊഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസുലേറ്റിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫോമർ ഓയിൽ. Second, that is air blast circuit breaker, in which high pressure air blast is used for extinguishing the arc. Air blast circuit breaker ആർക്കിനെ നമ്മൾ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈ പ്രഷർ എയർ നമ്മൾ ബ്ലാസ്റ്റ് ചെയ്തിട്ടാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. തേർഡ് വൺ, സൾഫർ ഹെക്സാഫ്ലൂറൈഡ് സർക്യൂട്ട് ബ്രേക്കർ, ഇൻ വിച്ച് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് ഓർ SF6 gas is used for arc extinction. അപ്പം SF6 സർക്യൂട്ട് ബ്രേക്കറിൽ നമ്മൾ SF6 ഗ്യാസ് ആണ് നമ്മൾ ആർക്ക് കൊഞ്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് വൺ, വാക്വം സർക്യൂട്ട് ബ്രേക്കർ, ഇൻ വിച്ച് വാക്വം ഈസ് യൂസ്ഡ് ഫോർ ആർക്ക് എക്സ്റ്റൻഷൻ. വാക്വം സർക്യൂട്ട് ബ്രേക്കറിൽ വാക്വം ആണ് ആർക്ക് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈച്ച് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഏത് സർക്യൂട്ട് ബ്രേക്കർ എടുത്താലും അതിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും കാണും, അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസും കാണും. ഓക്കെ. The second circuit breaker, that is air blast circuit breakers. These breakers employs a high pressure air blast as an arc quenching medium. അപ്പം എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ ആർക്കിനെ കൊഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആർക്കിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈ പ്രഷർ എയർ ബ്ലാസ്റ്റ് ആണ് നമ്മളിവിടെ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. The contacts are opened in a flow of air blast established by the opening of blast valve. The air blast cools the arc and sweeps away the arcing product to the atmosphere. അപ്പം നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ആകുമ്പോൾ ഒരു ഹൈ പ്രഷർ എയർ ബ്ലാസ്റ്റ് ഈ ഒരു വാൽവിന്റെ ഓപ്പണിങ്ങിൽ കൂടി ഒരു ഹൈ പ്രഷർ എയർ ബ്ലാസ്റ്റ് നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ. ഈ ഒരു ഹൈ പ്രഷർ എയർ ബ്ലാസ്റ്റ് നമ്മുടെ അവിടെ കോണ്ടാക്ട്സിന് ഇൻബിറ്റ്വീനായിട്ട് ഫോം ചെയ്യുന്ന ആർക്കിനെ കൂൾ ചെയ്യും. ഓക്കെ. ഈ എയർ ബ്ലാസ്റ്റ് ഹൈ പ്രഷർ എയർ ബ്ലാസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആർക്കിനെ കൂൾ ചെയ്യും ആൻഡ് അവിടുത്തെ ആർക്കിംഗ് പ്രോഡക്ട്സിനെ സീപ്പ് ഔട്ട് ചെയ്ത് കളയും. Okay, this rapidly increases the dielectric strength of the medium between the contacts and prevents from re-establishing the arc. അപ്പം ഇത് കാരണം നമ്മുടെ കോണ്ടാക്ട്സിന്റെ അവിടെയുള്ള മീഡിയത്തിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് കൂട്ടും ആൻഡ് ആൾസോ വീണ്ടും ആർക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ്, ഒരു ടെൻഡൻസിനെ, ഒരു ആർക്കിന്റെ റീ എക്സ്റ്റാബ്ലിഷ്മെന്റിനെ അവിടെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ. Consequently, the arc is extinguished and the flow of current is interrupted. Arc extinguishing current flow ne interrupt ചെയ്യും. Next, advantages and disadvantages of air blast circuit breaker. Advantages. An air blast circuit breaker has the following advantage over an oil circuit breaker. The risk of fire is eliminated. First one, that is the risk of fire is eliminated. Risk of fire eliminate ചെയ്യും air blast circuit breaker. Second, the arcing products are completely removed by the blast, whereas the oil deteriorates with successive operations. The expense of regular oil replacement is avoided. അപ്പം നമുക്ക് ഇവിടെ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ നമുക്ക് ആർക്ക് പ്രോഡക്ട്സ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റും. Third one, the growth of dielectric strength is so rapid that the final contact gap needed for arc extinction is very small. This reduces the size of the device. അപ്പം ഇവിടെ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഭയങ്കര പെട്ടെന്ന് കൂടും, അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്ക് എക്സ്റ്റിങ്ഷൻ ഭയങ്കര സ്മോൾ ആണ്. ദിസ് റെഡ്യൂസസ് ദ ഡിവൈസിന്റെ സൈസും റെഡ്യൂസ് ചെയ്യും.
The arcing time is very small due to the rapid build-up of the dielectric strength between the contacts. Therefore, the arc energy is only a fraction of that in oil circuit breaker, thus resulting in less burning of contacts. Arc air blast circuit breaker arcing time ഭയങ്കര സ്മോൾ ആണ്. നമ്മുടെ കോണ്ടാക്ട്സിന്റെ ഇടയിലുള്ള മീഡിയത്തിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് പെട്ടെന്ന് കൂടുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ആർക്കിംഗ് ടൈം ഭയങ്കര സ്മോൾ ആണ്. ആർക്കിംഗ് ടൈം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ കോണ്ടാക്ട്സിന്റെ മേളിൽ ഉണ്ടാവുന്ന ബേണിങ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. Due to the lesser arc energy, the air blast circuit breaker are very sensitive for conditions where frequent operation is required. Lesser arc energy ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കണ്ടീഷൻസിലും എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. The energy supplied for arc extinction is obtained from high pressure air and is independent of the current to be interrupted. നമ്മൾ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എനർജി, സപ്ലൈ ചെയ്യുന്ന എനർജി ഒരു ഹൈ പ്രഷർ എയർ ആണ്. അതായത് നമ്മളൊരു ഹൈ പ്രഷറിൽ എയറിനെ കംപ്രസ് ചെയ്തിട്ട് ആ എയർ ആയിരിക്കും നമ്മൾ ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കറണ്ടിന് ഇൻഡിപെൻഡന്റ് ആണ്, കറണ്ട് ഇന്ററപ്ഷന് ഇൻഡിപെൻഡന്റ് ആണ്. ദെൻ ഇതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജസ്. The use of air as the arc quenching medium offers the following disadvantages. The air has relatively inferior arc extinguishing properties. Then the air blast circuit breaker are very sensitive to the variation in the rate of rise of freeze-dragging voltage. Air blast circuit breaker ഭയങ്കര സെൻസിറ്റീവ് ആണ്. റേറ്റ് ഓഫ് റൈസ് ഓഫ് ഫ്രീസ് ഡ്രാഗിംഗ് വോൾട്ടേജിന്റെ വേരിയേഷൻസിന് വെച്ചിട്ട് അനുസരിച്ചിട്ട് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ ഭയങ്കര സെൻസിറ്റീവ് ആണ്. Then third point, the considerable maintenance is required for the compressor plant which supplies the air blast. അപ്പം ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റനൻസ് വേണം. നമ്മൾ ഇവിടെ ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എയർ ഒരു കംപ്രസർ വെച്ചിട്ട് ഹൈ പ്രഷറിൽ എയറിനെ കംപ്രസ് ചെയ്തിട്ട് ആ ഒരു എനർജിയാണ് നമ്മൾ ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കംപ്രസർ പ്ലാന്റിന് കൺസിഡറബിൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു മെയിൻ്റനൻസ് വേണം. ഇതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. Next one, that is types of air blast circuit breakers. Depending upon the direction of air blast in relation to the arc, the air blast circuit breakers are classified into first one, that is axial blast type, the second cross blast type, third radial blast type. The first axial blast type, that is in this figure 1, in which the air blast is directed along the arc path as shown in figure. First axial blast type നമ്മൾ ഇവിടെ അങ്ങനെ ആക്സിയൽ ആയിട്ടായിരിക്കും ഇവിടെ എയർ ബ്ലാസ്റ്റ് ചെയ്യുന്നത്. അതാണ് ആക്സിയൽ ബ്ലാസ്റ്റ് ടൈപ്പ്. ദെൻ ക്രോസ് ബ്ലാസ്റ്റ് ടൈപ്പ്, ഇൻ വിച്ച് ദ എയർ ബ്ലാസ്റ്റ് ഇസ് ഡയറക്റ്റഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ആർക്ക് പാത്ത് ആസ് ഷോൺ ഇൻ ഫിഗർ 2. ക്രോസ് ബ്ലാസ്റ്റിൽ ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ എയർ ബ്ലാസ്റ്റ് ചെയ്യുന്നത്. ദെൻ റേഡിയൽ ബ്ലാസ്റ്റ് ടൈപ്പ്, ഇൻ വിച്ച് ദ എയർ ബ്ലാസ്റ്റ് ഇസ് ഡയറക്റ്റഡ് റേഡിയലി ആസ് ഷോൺ ഇൻ ഫിഗർ 3. റേഡിയലായിട്ട് ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യും. So air blastന്റെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് 3 ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ, that is axial blast, second cross blast type, third radial blast type. Types of air blast circuit breaker. First one, that is axial blast air circuit breaker. The figure shows the essential components of a typical air blast. Axial blast air circuit breaker. The fixed and the moving contacts are held in the closed position by spring pressure under normal conditions. The air reservoir is connected to the arcing chamber through an air valve. This valve remains closed under normal conditions but opens automatically by the dripping impulse when a fault occurs on the system. അപ്പം ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു ടിപ്പിക്കൽ ആക്സിയൽ ബ്ലാസ്റ്റ് എയർ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഫിക്സഡ് കോണ്ടാക്റ്റും ഉണ്ട്, ഇവിടെ ഒരു മൂവിങ് കോണ്ടാക്റ്റും ഉണ്ട്. നോർമൽ കണ്ടീഷൻസിൽ ഈ ഫിക്സഡ് കോണ്ടാക്റ്റും ഈ മൂവിങ് കോണ്ടാക്റ്റും ഒരു സ്പ്രിംഗ് പ്രഷർ വെച്ചിട്ട് ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഇൻ നോർമൽ കണ്ടീഷൻസ്, അണ്ടർ നോർമൽ കണ്ടീഷൻസിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു എയർ റിസർവർ ഉണ്ട്. എയർ റിസർവർ നമ്മൾ ആർക്കിംഗ് ചേമ്പറായിട്ട് കണക്റ്റഡ് ആണ് ത്രൂ ദിസ് എയർ വാൽവ്. ഓക്കെ, നോർമൽ കണ്ടീഷൻസിൽ ഈ എയർ വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. ഇഫ് എനി ഫോൾട്ട് ഒക്കർ ഓൺ ദ സിസ്റ്റം, ഒരു ഫോൾട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഫോൾട്ട് വരുമ്പോൾ ഒരു ഡ്രിപ്പിംഗ് ഇമ്പൾസ് ഉണ്ടാവും. ഡ്രിപ്പിംഗ് ഇമ്പൾസ് കാരണം ഈ എയർ വാൽവ് ഓപ്പൺ ആകും.
Okay, when a fault occurs, the tripping impulse causes the opening of the air valve which connects the circuit breaker reservoir to the arcing chamber. നേരത്തെ പറഞ്ഞത് തന്നെ ഫോൾട്ട് ഉണ്ടാകുമ്പോൾ ഒരു ട്രിപ്പിംഗ് ഇമ്പൾസ് ഉണ്ടാവും. സോ നമ്മുടെ എയർ വാൽവ് ഓപ്പൺ ആകും. ഓക്കെ, the high pressure air entering the arcing chamber pushes away the moving contact against spring pressure. The moving contact is separated and an arc is struck. ഈ ഒരു ഹൈ പ്രഷറിൽ നമ്മൾ ആർക്കിംഗ് ചേമ്പറിലോട്ട് എയറിനെ നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ മൂവിങ് കോണ്ടാക്ട് സ്പ്രിംഗ് പ്രഷറിന് എഗനസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. ഓക്കെ, ഒരു ഹൈ പ്രഷറിൽ നമ്മൾ എയറിനെ ആർക്കിംഗ് ചേമ്പറിലോട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മൂവിങ് കോണ്ടാക്ട് സ്പ്രിംഗ് പ്രഷറിന് എഗനസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. മൂവിങ് കോണ്ടാക്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ ബിറ്റ്വീൻ മൂവിങ് കോണ്ടാക്ട് ആൻഡ് ഫിക്സഡ് കോണ്ടാക്ട് അവിടെ ഒരു ആർക്ക് സ്ട്രക്ക് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഹൈ പ്രഷർ എയർ ബ്ലാസ്റ്റ് ഫ്ലോസ് അലോങ് ദ ആർക്ക് ആൻഡ് ടേക്ക് അവേ ദ അയണൈസ്ഡ് ഗ്യാസസ് അലോങ് വിത്ത് ഇറ്റ്. ഈ ഒരു ഹൈ പ്രഷർ എയർ ബ്ലാസ്റ്റ് കാരണം നമ്മുടെ അവിടെ ഉണ്ടാകുന്ന ആർക്കും ആൻഡ് ആൾസോ അവിടുത്തെ അയണൈസ്ഡ് ഗ്യാസസിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയും. കൺസിക്വൻറ്റ്ലി ദ ആർക്ക് ഈസ് എക്സ്റ്റിങ്ക്വിഷ്ഡ് ആൻഡ് കറന്റ് ഫ്ലോ ഈസ് ഇന്ററപ്റ്റഡ്. സോ നമ്മുടെ ആർക്ക് ഇവിടെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്തു ആൻഡ് ആൾസോ ദ കറണ്ടിന്റെ ഫ്ലോനെ നമുക്ക് ഇവിടെ ഇന്ററപ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. It may be noted that in such circuit breaker, the contact separation required for interruption is generally small, that is 1.75 cm or so. Such a small gap may constitute the inadequate clearance for the normal service voltage. Therefore, an isolating switch is incorporated as a part of this type of circuit breaker. This switch opens immediately after fault interruption to provide the necessary clearance for insulation. അപ്പം ഇവിടുത്തെ കോണ്ടാക്ട് സെപ്പറേഷൻ റെക്കോർഡ് ഫോർ ഇന്ററപ്ഷൻ ഈസ് ഭയങ്കര സ്മോൾ ആണ്, ദാറ്റ് ഈസ് 1.75 cm ആണ്. സോ ഈ ഒരു സ്മോൾ ഗ്യാപ്പ് നമ്മുടെ നോർമൽ സർവീസ് വോൾട്ടേജിന്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഈ ഒരു സ്മോൾ ഗ്യാപ്പ് ഇൻഅഡ്യൂക്കേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഐസൊലേറ്റിംഗ് സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെസസറി ക്ലിയറൻസ് ഓഫ് ഫോർ ഇൻസുലേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഐസൊലേറ്റിംഗ് സ്വിച്ച് ഈസ് ആൾസോ പ്രൊവൈഡഡ്. Second one, that is cross blast air circuit breaker. In this type of circuit breaker, an air blast is directed at right angles to the arc. The cross blast lengthens and forces the arc into suitable chute for arc extinction. The figure shows the essential part of a typical cross blast air circuit breaker. ഇതൊരു typical cross blast air circuit breaker ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഫിക്സഡ് കോണ്ടാക്ട് ആൻഡ് ദിസ് ഇസ് അവർ മൂവിങ് കോണ്ടാക്ട്. ഓക്കെ, ഇത് നമ്മുടെ ഇവിടെ ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട് ഒരു സ്യൂട്ടബിൾ ഷൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ഷൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ദിസ് ഷൂട്ട് റീജിയണിൽ കൺസിസ്റ്റിംഗ് ഓഫ് ആർക്ക് സ്പ്ലിറ്റേഴ്സ് ആൻഡ് ബാഫിൽസ് ഉണ്ട്. ഓക്കെ, ഇപ്പം സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാകുമ്പം നമ്മുടെ മൂവിങ് കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ആവും. മൂവിങ് കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ചെയ്യുമ്പം when the moving contact is withdrawn, an arc is struck between the fixed and the moving contact. സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് മൂവിങ് കോണ്ടാക്ട് മൂവ് ചെയ്യും. സോ ഇൻ ബിറ്റ്വീൻ മൂവിങ് കോണ്ടാക്ടിന്റെയും ഫിക്സഡ് കോണ്ടാക്ടിന്റെ ഇടയ്ക്ക് ഒരു ആർക്ക് ഉണ്ടാവും. ദ ഹൈ പ്രഷർ ക്രോസ് ബ്ലാസ്റ്റ് ഫോഴ്സസ് ദ എയർ ഇൻ ടു എ ഷൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് ആർക്ക് സ്പ്ലിറ്റേഴ്സ് ആൻഡ് ബാഫിൽസ്. The splitters serves to increase the length of the arc and baffles give improved cooling. The result is that the arc is extinguished and flow of current is interrupted. Since blast pressure is same for all current, the inefficiency at low current is eliminated. The final gap for interruption is great enough to give normal insulation clearance so that a serious isolating switch is not necessary. So, ഫോൾട്ട് ഉണ്ടാകുമ്പോൾ മൂവിങ് കോണ്ടാക്ട്സ് മൂവ് ചെയ്യും, അവിടെ ഒരു ആർക്ക് ഉണ്ടാവും. സോ ഇവിടെ ഒരു ഹൈ പ്രഷറിൽ നമ്മൾ ക്രോസ് ബ്ലാസ്റ്റ് വഴി നമ്മൾ എയറിനെ ഇങ്ങോട്ട് കൊടുക്കും. സോ ഇവിടെ ഉണ്ടാകുന്ന എയറിനെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഈ ഒരു ഷൂട്ട് റീജിയണിലേക്ക് ആക്കും. സോ ഈ ഷൂട്ട് റീജിയണിൽ സ്പ്ലിറ്റേഴ്സ് ആൻഡ് ബാഫിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ സ്പ്ലിറ്റേഴ്സ് ഇവിടെ ഉണ്ടാകുന്ന ആർക്കിന്റെ ലെന്ത് കൂട്ടും ആൻഡ് ആൾസോ ഇവിടുത്തെ ബാഫിൽസ് അവിടുത്തെ നമ്മുടെ ആർക്കിനെ കൂളൻ ചെയ്യും. ഓക്കെ, ആർക്കിനെ കൂളൻ ചെയ്യുമ്പോഴത്തേക്ക് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ആർക്കിനെ അവിടെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും ആൻഡ് ആൾസോ ദ ഫ്ലോ ഓഫ് കറണ്ടിനെ ഇവിടെ ഇന്ററപ്റ്റ് ചെയ്യും. ഇവിടെ ബ്ലാസ്റ്റ് പ്രഷർ എല്ലായിടത്തും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോ കറണ്ടിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇൻ ദിസ് ക്രോസ് ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ.
Next breaker, that is sulfur hexafluoride, that is SF6 circuit breakers. In such circuit breakers, the sulfur hexafluoride SF6 gas is used as the arc quenching medium. നമ്മൾ SF6 അല്ലെങ്കിൽ സൾഫർ എക്സാഫ്ലൂറേറ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ നമ്മൾ SF6 ഗ്യാസ് ആണ് ഇവിടുത്തെ ആർക്ക് കൊഞ്ചിങ്ങിന് വേണ്ടിയിട്ട്, ആർക്ക് സപ്രസിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. The SF6 is an electronegative gas and has a strong tendency to absorb free electrons. ഒരു electronegative gas ആണ് and also free electrons absorb ചെയ്യാൻ വേണ്ടിയിട്ടുള്ള strong tendency ഉണ്ട് ഈ SF6 ഗ്യാസിന്. The contacts of the breaker are opened in a high pressure flow of SF6 gas and an arc is struck between them. അപ്പം ഒരു ഹൈ പ്രഷർ ഫ്ലോ ഓഫ് SF6 ഗ്യാസ് വരുമ്പോൾ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ആവും. സോ ഇൻ ബിറ്റ്വീൻ ഫിക്സഡ് കോണ്ടാക്ട് ആൻഡ് മൂവിംഗ് കോണ്ടാക്ട് ഇടയ്ക്ക് ഒരു ആർക്ക് ഉണ്ടാവും. ദി കണ്ടക്ടിങ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ ആർക്ക് ആർ rapidly captured by the gas to form relatively immobile negative ions. This loss of conducting electrons in the arc quickly build up enough insulation strength to extinguish the arc. So, ഇവിടുത്തെ conducting free electrons നമ്മുടെ ആർക്കില് സോ നമ്മുടെ ആർക്കിൽ കണ്ടക്ടിങ് ഫ്രീ ഇലക്ട്രോൺസിനെ റാപ്പിഡ്ലി ക്യാപ്ചർ ചെയ്തിട്ട് ആ ഒരു കണ്ടക്ടിങ് ഫ്രീ ഇലക്ട്രോൺസിനെ നമ്മൾ ഇമ്മൊബൈൽ ആയിട്ടുള്ള നെഗറ്റീവ് അയോൺസ് ആയിട്ട് മാറ്റാം. സോ ഈ ഒരു ലോസ് ഓഫ് കണ്ടക്ടിങ് ഇലക്ട്രോൺസ് കാരണം അവിടെ ഡയലക്ട്രിക് കോണ്ടാക്ട്സിന്റെ മീഡിയത്തിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് പെട്ടെന്ന് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യും. സോ നമുക്ക് അവിടെ ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് പറ്റും. ദ SF6 സർക്യൂട്ട് ബ്രേക്കർ ഹാസ് ബീൻ ഫൗണ്ട് ടു ബി വെരി എഫക്റ്റീവ് ഫോർ ഹൈ പവർ ആൻഡ് ഹൈ വോൾട്ടേജ് സർവീസ്. സോ ഈ ഹൈ വോൾട്ടേജ് സർവീസിലും ഹൈ പവറിലും നമ്മുടെ SF6 സർക്യൂട്ട് ബ്രേക്കർ ഈസ് വെരി എഫക്റ്റീവ് ആണ്. നെക്സ്റ്റ് SF6 സർക്യൂട്ട് ബ്രേക്കറിന്റെ കൺസ്ട്രക്ഷൻ ആണ് പറയുന്നത്. ദ ഫിഗർ ഷോസ് ദ പാർട്സ് ഓഫ് എ ടിപ്പിക്കൽ SF6 സർക്യൂട്ട് ബ്രേക്കർ. SF6 സർക്യൂട്ട് ബ്രേക്കറിന്റെ കൺസ്ട്രക്ഷൻ ആണ്, അതിന്റെ ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഫിക്സഡ് ആൻഡ് മൂവിംഗ് കോണ്ടാക്ട്സ് എൻക്ലോസ്ഡ് ഇൻ എ ചേംബർ കോൾഡ് ആർക്ക് ഇൻട്രപ്ഷൻ ചേംബർ കണ്ടെയ്നിങ് SF6 ഗ്യാസ്. ഇപ്പം സോ ഇവിടെ ഒരു ഫിക്സഡ് ചേംബർ ഉണ്ട്, ഫിക്സഡ് കോണ്ടാക്ട് ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു മൂവിംഗ് കോണ്ടാക്ട് ഉണ്ട്. സോ ഇത് രണ്ടും ഒരു ചേംബറിനുള്ളിൽ എൻക്ലോസ് ചെയ്തേക്കാണ്. സോ അതിനെയാണ് നമ്മൾ ആർക്ക് ഇൻട്രപ്ഷൻ ചേംബർ എന്ന് പറയുന്നത്. സോ ദിസ് ചേംബർ കൺസിസ്റ്റിംഗ് ഓഫ് SF6 ഗ്യാസ്. ഓക്കെ, ദിസ് ചേംബർ ഈസ് കണക്റ്റഡ് ടു SF6 gas reservoir. When the contacts of the breaker are opened, the valve mechanism permits a high pressure of SF6 gas from the reservoir to flow towards the arc interruption chamber. സോ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ആകുമ്പം ഈ വാൽവ് മെക്കാനിസം നമ്മുടെ ഒരു ഹൈ പ്രഷർ SF6 ഗ്യാസിനെ നമ്മുടെ ഈ റിസർവറിൽ നിന്ന് ഒരു ഹൈ പ്രഷർ SF6 ഗ്യാസിനെ നമ്മുടെ ഈ ആർക്ക് ചേംബറിലേക്ക് ഫ്ലോ ചെയ്യിപ്പിക്കും. ഓക്കെ, കോണ്ടാക്ട്സ് ഓപ്പൺ ആകുമ്പം ദ ഫിക്സഡ് കോണ്ടാക്ട് ഇസ് എ ഹോളോ സിലിണ്ടറിക്കൽ കറന്റ് ക്യാരിങ് കോണ്ടാക്ട് ഫിക്സഡ് വിത്ത് ആൻ ആർക്ക് ഹോൺ. അപ്പം ഈ ഒരു ഫിക്സഡ് കോണ്ടാക്ടിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഹോളോ സിലിണ്ടറിക്കൽ ആണ്. സോ ഒരു കറന്റ് ക്യാരിങ് കോണ്ടാക്ട് ഒരു ആർക്ക് ഹോണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The moving contact is also a hollow cylinder with rectangular holes in the side to permit the SF6 gas to let out through these holes after flowing along and across the arc. Moving contact ഒരു hollow cylinder ആണ്. ഒരു റെക്ടാങ്കുലർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. SF6 ഗ്യാസ് ഇങ്ങോട്ട് ഫ്ലോ അലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെക്ടാങ്കുലർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ടിപ്സ് ഓഫ് ദ ഫിക്സഡ് കോണ്ടാക്ട്, മൂവിംഗ് കോണ്ടാക്ട് ആൻഡ് ദ ആർക്കിംഗ് ഹോൺ ആർ coated with copper tungsten arc resistant material. Since SF6 gas is costly, it is reconditioned and reclaimed by suitable auxiliary system after each operation of the breaker. അപ്പം ഈ ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിംഗ് കോണ്ടാക്റ്റും അതേപോലെ ഈ ആർക്കിംഗ് ഹോണും നമ്മുടെ കോപ്പർ ടെങ്സ്റ്റൺ വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ SF6 ഗ്യാസ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഗ്യാസ് ആണ്. സോ നമ്മുടെ ഓരോ ഓപ്പറേഷന് ശേഷവും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഓക്സിലറി സിസ്റ്റം വെച്ചിട്ട് നമ്മൾ റീകണ്ടീഷൻ ആൻഡ് റീക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷനിൽ പറയുന്നത്, SF6ന്റെ കൺസ്ട്രക്ഷൻ. ദെൻ ഇതിന്റെ വർക്കിംഗ് ആണ്. Working in the closed position of the breaker, the contacts remains
surrounded by SF6 gas at a pressure of about 2.8 kg per centimeter square. When the breaker contacts, the moving contact is pulled apart and an arc is struck between the contacts. So, normal conditions നമ്മുടെ ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ക്ലോസ്ഡ് പൊസിഷൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യും. സോ മൂവിങ് കോണ്ടാക്ട് ഫിക്സഡ് കോണ്ടാക്റ്റിൽ നിന്ന് പുള്ള് ചെയ്ത് മാറും. ഓക്കെ, മൂവിങ് കോണ്ടാക്ട് മൂവ് ചെയ്യും. മൂവിങ് കോണ്ടാക്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻ ബിറ്റ്വീൻ മൂവിങ് കോണ്ടാക്ട് ആൻഡ് ഫിക്സഡ് കോണ്ടാക്ട് ഒരു ആർക്ക് ഈസ് സ്ട്രക്ക് ബിറ്റ്വീൻ ദീസ് കോണ്ടാക്ട്സ് അല്ലേ. മൂവിങ് കോണ്ടാക്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ മൂവിങ് കോണ്ടാക്ട് ഫിക്സഡ് കോണ്ടാക്റ്റിന്റെയും ഇടയ്ക്ക് അവിടെ ഒരു ആർക്ക് ഉണ്ടാകും. The movement of the moving contact is synchronized with the opening of a valve which permits SF6 gas at 40 kg per centimeter square pressure from the reservoir to the arc interruption chamber. The high pressure flow of SF6 rapidly absorb the free electrons in the arc path to form immobile negative ions which are ineffective as charge carriers. സോ നമ്മൾ മൂവിങ് കോണ്ടാക്ട് മൂവ് ചെയ്യുന്നു പറഞ്ഞു. ഈ മൂവിങ് കോണ്ടാക്ടിന്റെ മൂവ്മെന്റ് നമ്മുടെ ഈ വാൽവിന്റെ ഓപ്പണിങ്ങുമായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് വെച്ചേക്കാണ്. സോ മൂവിങ് കോണ്ടാക്ട് മൂവ് ചെയ്യുമ്പം നമ്മുടെ ഈ റിസർവറിൽ നിന്ന് നമ്മുടെ ആർക്ക് ചേമ്പറിലോട്ട് ഒരു ഹൈ പ്രഷർ ഫ്ലോ ഓഫ് SF6 ഗ്യാസിനെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യിക്കും. ഓക്കെ, ഈ റിസർവറിൽ നിന്ന് നമ്മുടെ ആർക്ക് ചേമ്പറിലോട്ട് ഹൈ പ്രഷറിലെ SF6 ഗ്യാസിനെ ഫ്ലോ ചെയ്യിക്കും. ഓക്കെ, ദാറ്റ് ഈസ് 40 kg per centimeter സ്ക്വയറിൽ നമ്മുടെ ഈ ഒരു റിസർവറിൽ നിന്ന് ആർക്ക് ചേമ്പറിലോട്ട് ഒരു ഫ്ലോ ചെയ്യിക്കും. ഓക്കെ, സോ ഈ ഒരു ഹൈ പ്രഷർ ഫ്ലോ ഓഫ് SF6 ഗ്യാസ് കാരണം നമ്മുടെ ആർക്കിൽ ഉണ്ടാകുന്ന ഫ്രീ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ അവിടെ ഇമ്മൊബൈൽ ആയിട്ടുള്ള നെഗറ്റീവ് അയോൺസിനെ ആക്കി മാറ്റാം. സോ ഈ ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺസ് എന്ന് പറഞ്ഞാൽ ഇൻഎഫക്റ്റീവ് ആസ് ചാർജ് കാരിയേഴ്സ് ആണ്. അതിനെ ചാർജ് കാരിയേഴ്സിനെ ക്യാരി ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അവിടെ നമ്മുടെ ആ കോണ്ടാക്ട്സിന്റെ മീഡിയത്തിന് ഒരു റാപ്പിഡ്ലി ഒരു ഡയലക്ട്രിക് സ്ട്രെങ്ത് പെട്ടെന്ന് കൂടും. ആൻഡ് ആൾസോ നമുക്ക് ആർക്കിനെ അവിടെ പെട്ടെന്ന് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് പറ്റും. ആഫ്റ്റർ ദ ബ്രേക്കർ ഓപ്പറേഷൻ ദ വാൽവ് ഈസ് ക്ലോസ്ഡ് ബൈ ദ സെറ്റ് ഓഫ് ആക്ഷൻ ഓഫ് എ സെറ്റ് ഓഫ് സ്പ്രിങ്സ്. അപ്പം നമ്മുടെ ആഫ്റ്റർ ആർക്ക് എക്സ്റ്റിങ്ക്വിഷിന് ശേഷം ബ്രേക്കർ ഓപ്പറേഷന് ശേഷം നമുക്ക് ഒരു സെറ്റ് ഓഫ് സ്പ്രിങ്സ് വെച്ചിട്ട് നമുക്ക് ഈ വാൽവിനെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് SF6 സർക്യൂട്ട് ബ്രേക്കറിന്റെ വർക്കിങ്ങിൽ പറയുന്നത്. ഓക്കെ, then advantages and disadvantages, then applications of SF6 circuit breaker. Due to the superior arc quenching properties of SF6 gas, the SF6 circuit breaker have many advantages over oil or air circuit breaker. Some of them are listed below. Due to the superior arc quenching property of SF6, such circuit breaker have very short arcing time ആണ്. SF6 arcing time കുറവാണ്. Then second, since the dielectric strength of SF6 gas is 2 to 3 times that of air, such breaker can interrupt much larger current. Larger currents ne namak SF6 circuit breaker vechittu interrupt cheyanayittu pattum. SF6 circuit breaker gives noiseless operation due to its closed gas circuit and no exhaust to atmosphere, unlike the air blast circuit breaker. SF6 circuit breaker ബാക്കി നമ്മുടെ എയർ ബ്ലാസ്റ്റും ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നോയ്സ്ലെസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് SF6 സർക്യൂട്ട് ബ്രേക്കർ. Fourth one, the closed gas enclosure keeps the interior dry so that there is no moisture problem. Moisture problems ഇവിടെ ഇല്ല. There is no risk of fire in such breaker because SF6 gas is non-inflammable ആയതുകൊണ്ട് തന്നെ ഇവിടെ no risk of fire ആണ്. There are no carbon deposits so that tracking and insulating problems are eliminated. Then SF6 breakers are low maintenance cost ആണ്, light foundation requirements ആണ്, and also minimum auxiliary equipment. Since SF6 breakers are totally enclosed and sealed from atmosphere, they are particularly suitable where explosion hazard exists. Example, coal mines. SF6 ബ്രേക്കർ നമ്മൾ ടോട്ടലി എൻക്ലോസ് ചെയ്തേക്കുന്നത് കൊണ്ടും ഫുള്ളായിട്ട് സീൽ ചെയ്തേക്കുന്നത് കൊണ്ടും ഇവിടെ ഹസാർഡ്സിനുള്ള പോസിബിലിറ്റി കുറവാണ്.
Then ഇതിന്റെ disadvantages, SF6 breaker costly ആണ് due to the high cost of SF6. High cost ആണ്, അതാണ് ഇതിന്റെ one of the disadvantage. Then SF6 gas has to be reconditioned after every operation of the breaker. Additional equipment is required for this purpose. ഓരോ ഓപ്പറേഷന് ശേഷം നമുക്ക് SF6 റീകണ്ടീഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അഡീഷണൽ എക്യുപ്മെന്റ്സിന്റെ ആവശ്യമുണ്ട്. സോ ഇതാണ് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ദെൻ ഇതിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ, ദാറ്റ് ഇസ് വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ. ഇൻ സച്ച് breakers, the vacuum is used as the arc quenching medium. Vacuum circuit breaker നമ്മൾ വാക്യൂം ആണ് ആർക്ക് quenching medium ആയിട്ട് യൂസ് ചെയ്യുന്നത്. SF6 സർക്യൂട്ട് ബ്രേക്കറിൽ SF6 ആണ് നമ്മൾ ആർക്ക് quenching medium ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ പേര് സൂചിപ്പിക്കുന്ന കണക്ക് തന്നെ വാക്യൂം ആണ് നമ്മളിവിടെ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആർക്കിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. സിൻസ് വാക്യൂം offer the highest insulating strength, it has far superior arc quenching properties than any other medium. ബാക്കിയുള്ള എല്ലാത്തിനെയും കമ്പയർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന് ഹൈ ഇൻസുലേറ്റിംഗ് സ്ട്രെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ സോ ഇതിന് ഹൈ ഫാർ സുപ്പീരിയർ ആർക്ക് quenching പ്രോപ്പർട്ടീസ് ആണ് when compared with other medium. For example, when contacts of a breaker are opened in vacuum, the interruption occur at first current zero with dielectric strength between the contacts build up a rate thousands of times higher than that obtained with other circuit breaker. അപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ കോണ്ടാക്ട്സ് ഓപ്പൺ ബ്രേക്കറിൻ്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അറ്റ് ഫസ്റ്റ് സീറോ കറണ്ട് അല്ല, ഡയലക്ട്രിക് സ്ട്രെങ്ത് മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് പെട്ടെന്ന് കൂടിയിട്ട് നമുക്ക് അവിടെ ഫസ്റ്റ് സീറോ കറണ്ടിലെ കറണ്ടിനെ നമുക്ക് ഇവിടെ ഇന്ററപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദെൻ ഇതിൻ്റെ principle, the production of arc in a vacuum circuit breaker and its extension can be explained as follows. When the contacts of the breaker are opened in vacuum, an arc is produced between the contacts by the ionization of metal vapor of contacts. നമുക്ക് നമ്മുടെ വാക്യൂം സർക്യൂട്ട് ബ്രേക്കറിന്റെ കോണ്ടാക്ട്സ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഇൻ ബിറ്റ്വീൻ ഫിക്സ്ഡ് കോണ്ടാക്ട് ആൻഡ് മൂവിങ് കോണ്ടാക്ട് അവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. However, the arc is quickly extinguished because the metallic vapor, electrons and ions produced during the arc rapidly condense on the surface of the circuit breaker contacts, resulting in quick recovery of the dielectric strength. ഇവിടെ വാക്യൂം സർക്യൂട്ട് ആർക്കിനെ പെട്ടെന്ന് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ആർക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെയുള്ള മെറ്റാലിക് വേപ്പേഴ്സ്, ഇലക്ട്രോൺസ്, അയോൺസ്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റാലിക് വേപ്പേഴ്സ്, ഇലക്ട്രോൺസ്, അയോൺസ് എല്ലാം സർക്യൂട്ട് ബ്രേക്കറിന്റെ സർഫേസിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റാപ്പിഡ്ലി കണ്ടൻസ് ചെയ്യും. ഓക്കെ, സോ ആസ് എ റിസൾട്ട് നമുക്ക് കോണ്ടാക്ട്സിന്റെ മീഡിയത്തിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് കൂടും. The salient feature of the vacuum has an arc quenching medium. As soon as the arc is produced in vacuum, it is quickly extinguished due to the first rate of recovery of dielectric strength in vacuum. So vacuum circuit breaker ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വാക്യൂത്തിന്റെ ഒരു ഫസ്റ്റ് റേറ്റ് ഓഫ് റിക്കവറി ഓഫ് ഡയലക്ട്രിക് സ്ട്രെങ്ത് കാരണം നമുക്ക് അവിടെ ആർക്കിനെ പെട്ടെന്ന് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് പറ്റും. Then construction of vacuum circuit breaker construction. The figure shows the parts of a typical vacuum circuit breaker. It consisting of fixed contact, moving contact and arc shield mounted inside a vacuum chamber. The movable membrane is connected to the control mechanism by stainless steel bellows. ഇപ്പം ഇത് നമ്മുടെ ഒരു ടിപ്പിക്കൽ വാക്യൂം സർക്യൂട്ട് ബ്രേക്കറിന്റെ ഒരു ഫിഗർ ആണ്. ഇതൊരു ഫിക്സഡ് കോണ്ടാക്ട് ഉണ്ട്, ഇതൊരു ഫിക്സഡ് കോണ്ടാക്ട് ആണ്, ഇതൊരു മൂവിങ് കോണ്ടാക്ട് ആണ്, ഒരു ആർക്ക് ഷീൽഡ് മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, The movable membrane is connected to control mechanism. ഒരു മൂവബിൾ മെംബ്രെയിൻ നമ്മുടെ കൺട്രോൾ മെക്കാനിസം ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ബൈ യൂസിങ് ദിസ് stainless steel bellows വെച്ചിട്ട്. This enables the permanent sealing of the vacuum chamber so as to eliminate the possibility of leak. ഇവിടെ പെർമനന്റ് സീലിംഗ് ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൾസോ അതുകൊണ്ട് തന്നെ ലീക്കേജിന്റെ പോസിബിലിറ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. A glass vessel or ceramic vessel is used as the outer insulating body. ഒരു ഗ്ലാസ് വെസൽ അല്ലെങ്കിൽ സെറാമിക് വെസൽ, നമുക്ക് ഔട്ടർ ബോഡിനെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറാമിക് വെസലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്ലാസ് വെസലാണ്. The arc shield prevents the deterioration of the internal dielectric strength by preventing the metallic vapor falling on the inside surface of the outer insulating cover. ഇപ്പം ഇവിടുത്തെ ആർക്ക് ഷീൽഡ് നമ്മുടെ
ഇന്റേണൽ ഡയലക്ട്രിക് സ്ട്രെങ്തിന് ഡിറ്റേരിയേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആർക്ക് ഷീൽഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Working of circuit breaker, that is vacuum circuit breaker. When the breaker contacts, the moving contact separate from the fixed contact and an arc is struck between the contacts. So breaker operate ചെയ്യുമ്പോൾ മൂവിങ് കോണ്ടാക്ട് ഫിക്സഡ് കോണ്ടാക്ട് ചെയ്യുന്ന മൂവ് ചെയ്യും. അവിടെ ഇൻ ബിറ്റ്വീൻ മൂവിങ് കോണ്ടാക്ട് ആൻഡ് ഫിക്സഡ് കോണ്ടാക്ട് അവിടെ ഒരു ആർക്ക് സ്ട്രക്ക് ചെയ്യും. The production of arc is due to the ionization of metal ions and depends very much upon the materials of contacts. അപ്പം അയണൈസേഷൻ ഓഫ് മെറ്റൽ അയോൺസ് കാരണം അവിടെ ആർക്കിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. The arc is quickly extinguished because the metallic vapors, electrons and the ions produced during arc are diffused in a short time and seized by the surface of moving and fixed members and shield. ഇവിടുത്തെ ആർക്ക് പെട്ടെന്ന് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും കാരണം അവിടുത്തെ മെറ്റാലിക് വേപ്പേഴ്സ്, ഇലക്ട്രോൺസ്, അയോൺസ് ഡ്യൂറിങ് ആർക്കിൻ ടൈമിൽ അവിടെ ഉണ്ടാകുന്ന മെറ്റാലിക് വേപ്പേഴ്സ്, ഇലക്ട്രോൺസ്, അയോൺസ് ഒക്കെ ഒരു ഷോർട്ട് ടൈമിൽ പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഇൻ ബിറ്റ്വീൻ ഉണ്ടാകുന്ന ആർക്ക് പെട്ടെന്ന് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും. Okay, since vacuum has very fast rate of recovery of dielectric strength, the arc extinction in a vacuum breaker occur within a short contact separation, that is say 0.625 centimeter. Vacuum circuit breaker fast rate of recovery of dielectric strength ആയതുകൊണ്ട് തന്നെ vacuum circuit breaker arc extinction ഒരു short contact separation ആണ് അവിടെ, that is 0.625 centimeter ആയിരിക്കും. ഇതാണ് ഇതിന്റെ വർക്കിങ്ങിൽ പറയുന്നത്. Then അതിന്റെ advantages, disadvantages and its application. They are advantage that they are compact, reliable ആണ് and have a longer life ആണ്. No fire hazards ആണ്. No generation of gas during and after the operation. Then they can interrupt any fault current. നമുക്ക് interrupt ചെയ്യാൻ പറ്റും. The outstanding feature of the vacuum circuit breaker is that it can break any heavy fault current perfectly just before the contacts reach the definite open position. Heavy fault current നമുക്ക് ഇവിടെ interrupt ചെയ്യാനായിട്ട് പറ്റും. They require little maintenance and quite in operation. Maintenance കുറച്ച് മതി. They can successfully withstand lightning surges നമുക്ക് withstand ചെയ്യാനായിട്ട് പറ്റും. Arc energy low ആണ്, then low inertia and hence require smaller powerful control mechanism. Then its applications of vacuum circuit breaker. Okay.